കൃത്യമായിട്ട് ഒരു സമയത്ത് വീഡിയോ ഇടാൻ ശ്രമിക്കുക. $100 എന്ന് പറഞ്ഞൊരു കടമ്പ നമുക്ക് മോണിറ്റൈസേഷൻ കഴിയുമ്പോഴുണ്ട്. നമ്മൾ രക്ഷപ്പെടുന്നത് ഒരു മനുഷ്യനും ഇഷ്ടമല്ല. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഴയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ, നമ്മുടെ അകത്തൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് ഒരു വെട്ടമില്ല. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നമ്മുടെ മാവിന്റെ ചുവട്ടിൽ നിന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാനൊരു യൂട്യൂബറാണ്, ഒരു 6-7 വർഷമായിട്ട് ഞാനൊരു യൂട്യൂബറാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരുപാട് പേർക്ക് യൂട്യൂബ് തുടങ്ങാൻ സഹായമായിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യം മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ അങ്ങനെ കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്ത് അവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ 2 പേര് വിജയിച്ചവരും ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അവരുടെ ചാനൽ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർ അതേപോലെ ചെയ്ത് അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് വരാം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണോ? അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. യൂട്യൂബ് ചാനലില് ഞാൻ ആരംഭിച്ച സമയത്തൊക്കെ ആണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണമായിരുന്നു, 4000 വാച്ചിങ് ഹവേഴ്സ് നമുക്ക് വേണമായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലോങ് വീഡിയോ മോണിറ്റൈസേഷൻ ആവാനുള്ള സമയം. നമുക്ക് അന്നേരം മോണിറ്റൈസേഷൻ ആക്കേണ്ടത് ലോങ് വീഡിയോസ് ഇട്ട് തന്നെ മോണിറ്റൈസേഷൻ ആക്കണമായിരുന്നു. ഷോർട്സ് എന്ന് പറഞ്ഞൊരു സംഭവമേ യൂട്യൂബിൽ ഇല്ലായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ ഷോർട്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്രിയേറ്റീവ്സിനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഷോർട്സിൽ കൂടെ നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റും. അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സ് മതി, അതുപോലെ തന്നെ 3000 സംതിങ് വാച്ച് ഹവേഴ്സ് മതി, ഇത്രയൊക്കെ മതി. അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം, നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോ ഇടണം. കൃത്യമായിട്ട് ഒരു സമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ എന്റെ വ്ളോഗ് എന്ന് പറഞ്ഞാല് ഡെയിലി വ്ളോഗാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബില്. എല്ലാ ദിവസവും രാത്രി കൃത്യം 8:30ക്കാണ് എന്റെ ഡെയിലി വ്ളോഗ് വരുന്നത്. അതുപോലെ തന്നെ എന്റെ ഷോർട്സ് വീഡിയോസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ട? സമയം. യൂട്യൂബില് സമയം ഒരു പ്രധാനമാണ്. ഇപ്പൊ തന്നെ നമ്മളായാലും എന്താ പറയണ്ട, ഇപ്പം ഒരു ബസ് 9 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ചിന്നക്കടയ്ക്ക് പോകാനുള്ള ബസ് വരും. എന്നാലും എന്ന് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞ കണക്ക് ഒരു 2 സബ്സ്ക്രൈബേഴ്സ് ആയാലും അവർ കാത്തിരുന്നില്ലെങ്കിൽ പോലും അവരൊന്ന് വിചാരിക്കും, പിങ്കിയുടെ വീഡിയോ ഇപ്പൊ 8:30ക്ക് വരുമല്ലോ എന്നൊരു ചിന്ത അവരിൽ കാണും. മനസ്സിലായി? അപ്പൊ നമുക്കപ്പം കൃത്യമായിട്ട് വേണ്ടത് ഒരു സമയം. നിങ്ങൾ കൃത്യമായിട്ട് പല സമയങ്ങളിൽ വീഡിയോ ഇടാതെ കൃത്യമായിട്ട് ഒരു സമയത്ത് വീഡിയോ ഇടാൻ ശ്രമിക്കുക. ഡെയിലി വീഡിയോ ചെയ്യുന്നെങ്കിൽ ഡെയിലി ചെയ്യുക, ഒന്നിരാടം ചെയ്യുന്നെങ്കിൽ ഒന്നിരാടം ചെയ്യുക, ആഴ്ച ഒരു ദിവസമേ ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് കൃത്യമായിട്ട് കണ്ടിന്യൂ കൊണ്ടുപോകുക. ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, വ്യൂസ് ഇല്ല എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. യൂട്യൂബാണ്, വ്യൂസ് കുറയാം, വ്യൂസ് കൂടാം, ഇതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പ്രധാനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി പലരും നമുക്ക് യൂട്യൂബിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ തരാൻ നിൽപ്പുണ്ട് ആൾക്കാർ. നിങ്ങളൊരു 5000 3000 രൂപയൊക്കെ തന്നാൽ നിങ്ങളുടെ ചാനൽ ഞാൻ മോണിറ്റൈസേഷൻ ആക്കി തരാം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, നിങ്ങളുടെ ചാനൽ നിങ്ങൾ 5000 രൂപ കൊടുത്ത് അല്ലെ 2000 പോട്ട് 500 രൂപ കൊടുത്ത് നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കിയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രയോജനമില്ല. മോണിറ്റൈസേഷൻ ആയി വരുമാനം വരുന്ന ചാനലായി നമ്മുടെ ചാനൽ, അതൊക്കെ സത്യമാണ്. പക്ഷേ $100 എന്ന് പറഞ്ഞൊരു കടമ്പ നമുക്ക് മോണിറ്റൈസേഷൻ കഴിയുമ്പോഴുണ്ട്. ആ കടമ്പ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. $100 എന്ന് പറഞ്ഞാൽ ഏകദേശം 10000 രൂപയ്ക്ക് അകത്താണ് നമുക്ക് $100 എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നല്ല കോണ്ടന്റുകൾ യൂട്യൂബിലിട്ട് 200 എങ്കിൽ 200, 1000 എങ്കിൽ 1000, 500 എങ്കിൽ 500 അങ്ങനെ വ്യൂസ് നമ്മൾ ഒപ്പിച്ച് നമ്മൾ സ്വയം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി $100 കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്നൊരു തുക മേടിക്കുമ്പോൾ അത് ഓക്കെയാണ്. എനിക്കെന്ന് പറഞ്ഞാല് 2022-23 ആ സമയത്ത് പിങ്കി VR വ്ളോഗ് ബൈ ലച്ചു എന്ന് പറയുന്ന ചാനൽ എനിക്ക് ഉണ്ടായിരുന്നത് തന്നെയാണ്. ആ സമയത്ത് എനിക്ക് ഷോർട്സ് ഒന്നും ഇടാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബിലില്ല. ലോങ് വീഡിയോ ഇട്ട് മാത്രം മോണിറ്റൈസേഷൻ ആക്കേണ്ട സമയമായിരുന്നു. എനിക്ക് ലോങ് വീഡിയോ ഇട്ട് മാത്രം അന്ന് നല്ല വ്യൂസ് ആയിരുന്നു. ഞാൻ ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കി എനിക്ക് നല്ല ഒരു രീതിയിൽ ഇങ്ങനെ എൻ്റെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എന്താ പറയുക, ആ ചാനൽ എനിക്ക് നഷ്ടമായി പോയി. എനിക്ക് ഇതുപോലൊരു സങ്കടമില്ല. ഞാൻ പിന്നെ വിചാരിച്ചു അതിന് ഇനി യൂട്യൂബ് ചാനൽ ഒന്നും എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടായിട്ട് നിന്നു. എന്തായാലും നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് പറ്റും, നീ പുതിയൊരു ചാനലും കൂടെ തുടങ്ങി നോക്കാം, അത് വിജയിച്ചില്ലേ വേണ്ട നമുക്ക് എന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോഴേ
നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ചാനൽ പിങ്കി വി ആർ വ്ലോഗ് 2 എന്ന് പറഞ്ഞ ഈ ചാനൽ രണ്ടാമത്തെ ചാനലാണ് എൻ്റെ. ഞാൻ അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങിയത്. എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഞാൻ ഉപയോഗിച്ച് 3 വർഷം എടുത്തിട്ടാണ് എൻ്റെ ഈ ചാനൽ ഞാൻ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത്. ആരുടെയും കൈ പൈസ കൊടുത്ത് ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയ ചാനലല്ല എൻ്റെ ഈ ചാനൽ. $100 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതൊന്നും ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ കൊടുത്തോ അല്ലെങ്കിൽ വേണ്ടാത്ത കോണ്ടന്റ് ഇട്ടോ ഒന്നുമല്ല. എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റികൾ ഉപയോഗിച്ച് എൻ്റെ സ്വന്തം കോണ്ടന്റ് ഇട്ട് 1000-ന് താഴെ ആയാലും 500 ആയാലും എനിക്കുള്ള വ്യൂസുകൾ വെച്ച് ഞാൻ കണ്ടിന്യൂ വീഡിയോ ഇട്ട് ഒരേ സമയത്ത് ഞാൻ വീഡിയോ ഇട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ മോണിറ്റൈസേഷൻ ആയാലും എനിക്ക് $100 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതായാലും. ഇപ്പൊ എനിക്ക് ദൈവസഹായം കൊണ്ട് $100 കംപ്ലീറ്റ് ആയി. നമുക്ക് ഓരോ മാസം ഓരോ രീതിയിലുള്ള പൈസ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ ഓരോ മാസവും നമുക്ക് $100 കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേ ആ മാസത്തെ പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് $100 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അതുപോലെ നമുക്കിപ്പോൾ 1 ലക്ഷം 20,000 50,000 ഒക്കെ വ്യൂസ് കിട്ടുന്ന ചാനലാണെങ്കിൽ നമുക്കൊരു എന്താ പറയണ്ട ഒരു 25 ദിവസം കൊണ്ടൊക്കെ നമുക്ക് $100 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്ര 80,000 വരെയൊക്കെ വ്യൂസ് ഉണ്ടെങ്കിൽ. പക്ഷെ നമുക്കൊരു 1000-ന് താഴെ, അതായത് ഒരു 500 400 700 ആ റേഞ്ചിൽ നമ്മുടെ വ്യൂസ് പോവുകയാണെങ്കിലും നമ്മൾ കണ്ടിന്യൂ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് $100 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒന്നല്ല. മേടിച്ചാൽ തന്നെ ഒരു പ്രയോജനമില്ല. $100 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആരും നമുക്ക് മോണിറ്റൈസേഷന് പൈസ കൊടുത്ത് മേടിച്ചാൽ ഒന്നും കൊണ്ട് തരത്തില്ല. നാച്ചുറലി ജെന്യുവിൻ ആയിട്ട് വ്യൂസ് വരണം. ആ വ്യൂസിൽ നിന്ന് മാത്രമേ നമുക്ക് $100 എന്ന കംപ്ലീറ്റ് കടമ്പ കടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നി. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളൂ. നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ കഴിവുകൾ, പാചകമാകട്ടെ, നിങ്ങളുടെ ഡെയിലി വ്ളോഗ് ആവട്ടെ, ട്രാവൽ വ്ളോഗ് ആവട്ടെ, നിങ്ങളുടെ ഫാഷൻ ആവട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളതൊരു ചാനൽ തുടങ്ങി കോണ്ടന്റ് ആയിട്ട് ഇടുക. നിങ്ങളത് കുറച്ച് കാത്തിരിക്കുക, ക്ഷമ കൊടുക്കുക, നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കുക, എല്ലാം നടക്കും. എനിക്ക് ഇപ്പോഴാണ് ശരിക്കും യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ ഒരു സ്റ്റാൻഡ് പോലും ഉള്ളത്. എനിക്ക് ആദ്യ ഘട്ടം മുതൽ സ്റ്റാൻഡ് പോലും ഇല്ല, കൈ കൊണ്ട് മാത്രം യൂട്യൂബിൽ വീഡിയോ എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ദൈവസഹായം കൊണ്ട് ഒരുവിധം എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ ഡെയിലി വ്ളോഗാണ് ഇടുന്നത്. അപ്പൊ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറയാനുള്ള കാര്യമുള്ള, എനിക്കാണെങ്കിൽ ഒരാൾക്കും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ല കേട്ടോ. പക്ഷെ അത് കണക്കായിരിക്കില്ല മറ്റുള്ളവര്. നമ്മുടെ ഉയർച്ച മറ്റുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പൊ നമുക്ക് യൂട്യൂബില് എന്താ പറയാ, കുറച്ച് വ്യൂസ് അധികം കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ $100 കംപ്ലീറ്റ് ആയി, ഇതൊക്കെ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് തട്ടും. പിന്നെ നമുക്ക് അതങ്ങോട്ട് കടമ്പ കടക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം നമ്മൾ രക്ഷപ്പെടുന്നത് ഒരു മനുഷ്യനും ഇഷ്ടമല്ല. ഇഷ്ടമുള്ള കുറച്ച് പേരെ കാണത്തുള്ളൂ. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്. ഈ ഒരു കടമ്പ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും എത്ര അടുത്ത സുഹൃത്തെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഉയർച്ചയിൽ എത്തുന്നത് അവർക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഇടുക, കൃത്യമായിട്ട് ഒരു സമയം കണ്ടെത്തുക, വ്യൂസ് ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ചാനൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സാധനം പൈസ കൊടുത്ത് മേടിക്കരുത്. മേടിച്ചു കഴിഞ്ഞാൽ $100 എന്ന് പറഞ്ഞ കടമ്പ കടക്കാതെ ₹1 കയ്യിൽ കിട്ടത്തില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് വൻ വിജയം നേടാം. വ്യൂസ് ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുക വേണ്ട. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും തുടങ്ങട്ടെ ഒരു ചാനൽ, അവരും മനസ്സിലാക്കട്ടെ, പറ്റിപ്പിൽ വീഴാതിരിക്കട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.